എല്ലാവർക്കും ലേഡീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി ചിക്കൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കുക. അതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കുരുമുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കൂടുതൽ ചേർക്കുന്നില്ല, 1 ടേബിൾ സ്പൂൺ എടുക്കാം പൊടി. ഈ പൊടികൾ ചെറു തീയിൽ കരിഞ്ഞു പോകാതെ ഫ്രൈ ചെയ്തെടുക്കുക. ഈ പൊടികളൊന്ന് മൂപ്പിച്ചതിന് ശേഷം അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് തണിഞ്ഞതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അല്പം വെള്ളവും ചേർത്തിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ചിക്കൻ കുറച്ച് കൂടുതലൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും നിങ്ങൾക്ക് ചേർത്തിട്ട് വറുത്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വീണ്ടും അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്രം ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഞാനിവിടെ 2 മീഡിയം സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് മാത്രം ചിക്കൻ ഉള്ളൂ, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഉള്ളി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ് ഇത്. പെട്ടെന്ന് വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കറിയാണ്. അതുപോലെ തന്നെ രുചിയും അതുപോലെ തന്നെയാണ്, വളരെ ടേസ്റ്റിയാണ് ചിക്കൻ കറി. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി, കൂടുതൽ ഫ്രൈ ആവരുത്. അപ്പോൾ ചിക്കൻ്റെ കൂടെ വെന്ത് വരേണ്ടതാണ്. അപ്പോൾ എൻ്റെ ഉള്ളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കുറച്ച്. അപ്പോൾ അതിലേക്ക് ഞാൻ അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അതും വഴറ്റിയെടുക്കുക. നമ്മുടെ നേരത്തെ വറുത്ത് വെച്ച അരപ്പൊക്കെ ഇവിടെ തണിഞ്ഞ് ഇവിടെ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സൈഡിലെടുത്ത് വെക്കുക. ഇനി നമുക്കിതിലേക്ക് ഉള്ളി വഴറ്റിയതിലേക്ക് നമുക്ക് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. പേസ്റ്റ് വേണമെങ്കിൽ പേസ്റ്റ് രൂപത്തിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അരിഞ്ഞിട്ടാലും മതിയാവും. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണിത്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഞാനിവിടെ കൂടുതൽ എണ്ണ ഉപയോഗിച്ചിട്ടില്ല, കാരണം ഞാൻ എണ്ണ വളരെ കുറച്ചിട്ട് മാത്രമേ ഞാൻ കറി വെക്കാറുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അല്പം കൂടി എണ്ണയൊക്കെ ഒഴിച്ച് വറുത്ത് കഴിഞ്ഞാൽ കൂടുതൽ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ മസാലപ്പൊടികളെല്ലാം തന്നെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ അരപ്പും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. തീ വളരെ കുറച്ച് വെച്ചിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മസാലപ്പൊടികളും അരപ്പും എല്ലാം തന്നെ കരിഞ്ഞു പോകും. അങ്ങനെ ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാൻ മുമ്പേ തന്നെ ചിക്കൻ അതുപോലെ മഞ്ഞൾപ്പൊടി മസാലപ്പൊടികളും ഒന്നും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ ആ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് അരപ്പും ചിക്കനെല്ലാം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതുപോലെ ചെറു തീയിലൊന്ന് ചിക്കൻ വഴറ്റിയെടുക്കുക. അതിനുശേഷം അല്പം നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക.
ചിക്കനിലേക്ക് നമുക്കറിയാം കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ ആ അരപ്പും ഒക്കെ ഉള്ളതൊന്ന് ജസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. നമുക്കറിയാം ചിക്കനിൽ തന്നെ കറികളുടെ ആവശ്യത്തിനുള്ള വെള്ളം വരുന്നതാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ ഒരിക്കലും പാചകം ചെയ്യരുത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കനും അരപ്പും എല്ലാം തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ചിക്കനിലൊക്കെ അതിൻ്റെ അരപ്പും മസാലയൊക്കെ ചേർന്ന് പിടിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മുടെ ചിക്കൻ അടച്ചു വെച്ചിട്ട് അല്പസമയം വേവിക്കാൻ വെക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കൂടുതൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ചാറൊന്നും ചിക്കനില്ല. അപ്പോൾ വളരെ വറ്റിച്ചിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഇവിടെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അല്പം തേങ്ങ കൂടി കാച്ചി ഒഴിക്കാം. തേങ്ങ കൊത്താണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അത് ചിക്കൻ കടിക്കുമ്പോൾ പ്രത്യേക രുചി നൽകും. അപ്പോൾ നമുക്ക് തേങ്ങാക്കൊത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ അല്പം ചെറിയ തേങ്ങയായാലും അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് വറുത്ത് കോരി ചിക്കനിലേക്ക് ചേർക്കാവുന്നതാണ്. തേങ്ങയൊക്കെ ഇവിടെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കറിയിലേക്ക് ഈ തേങ്ങ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയൊക്കെ നമുക്ക് ഒരുപാടുണ്ടെങ്കിൽ നമുക്കതൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ നാടൻ രീതിയിലൊക്കെ ചിക്കൻ ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളിതുപോലെ തേങ്ങാക്കൊത്തോ തേങ്ങയൊക്കെ വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഇതിനൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ ചിക്കൻ കറിക്ക്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്